മലയാള സിനിമാ താരജോഡികളായ ദിലീപും കാവ്യ മാധവനും വിവാഹിതരായി. എറണാകുളത്തെ ഹോട്ടൽ വേദാന്തയിൽ രാവിലെ 9:50 മുഹൂർത്തത്തിലായിരുന്നു താലികെട്ട്. സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്തു. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു വിവരങ്ങളുമായി. പറയൂ അലക്സ്. സുരാജ്, രാവിലെ 8:30 ദിലീപ് കാവ്യ മാധവൻ ജോഡികൾ ഇന്ന് വിവാഹിതരാകുന്നുവെന്ന വാർത്ത പുറം ലോകം അറിയുന്നത്. 9-നും 10-നും ഇടയിൽ എറണാകുളത്തെ കലൂരിന് സമീപം ഹോട്ടൽ വേദാന്തയിൽ വെച്ച് ഇരുവരും വിവാഹിതരാകുന്നുവെന്ന വാർത്ത പുറത്തു വരുന്നു. ആ സമയം മുതൽ തന്നെ മാധ്യമ പടയടക്കം അവിടേക്ക് ഒഴുകിയെത്തുന്നു. അവിടെ എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് ദിലീപിന്റെയും കാവ്യ മാധവന്റെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, സിനിമാ മേഖലയിലെ ക്ഷണിക്കപ്പെട്ട പ്രമുഖർ, ചുരുക്കം ചില പ്രമുഖർ, കുടുംബാംഗങ്ങൾ, മറ്റു ബന്ധുമിത്രാദികൾ, ഇവർ മാത്രമാണ് ഈ ഒരു ചടങ്ങിലേക്ക് എത്തിയിരുന്നത്. 9:30 ദിലീപ് മകൾ മീനാക്ഷിക്കൊപ്പം കല്യാണം നടക്കുന്ന ഹാളിലേക്ക് വരുന്നു. തൊട്ടുപുറകെ കാവ്യ മാധവൻ കുടുംബാംഗങ്ങളുമായി, മാതാപിതാക്കളുമായി കാവ്യ മാധവൻ വരുന്നു. വേദിയിൽ ഉണ്ടായിരുന്ന മമ്മൂട്ടി അടക്കം, മലയാളം കമ്മ്യൂണിക്കേഷൻസ് MD ജോൺ ബ്രിട്ടാസ് അടക്കം, വേദിയിൽ സന്നിഹിതരായിരുന്ന മറ്റു പ്രമുഖർ അടക്കം അവരുടെ എല്ലാം ആശീർവാദം സ്വീകരിച്ചതിന് ശേഷം മണ്ഡപത്തിൽ കയറി 9:50 ദിലീപ് കാവ്യ മാധവന് താലി ചാർത്തി. പരസ്പരം ഹാരമണിയിച്ച് ശേഷം വളരെ ലളിതമായ ഒരു ചടങ്ങ് മാത്രമാണ് നടന്നത്. വാദ്യമേളങ്ങളുടെ ഒന്നും അകമ്പടി ഈ ഒരു ചടങ്ങിനില്ലായിരുന്നു എന്നത് തന്നെ ഇതിന്റെ ലാളിത്യം വ്യക്തമാക്കുന്നു. ഏറ്റവും ലളിതമായ ചടങ്ങ്, ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കുറച്ചുപേരെ മാത്രം അറിയിച്ചുകൊണ്ടുള്ള ഒരു വിവാഹമായിരുന്നു ഇത്. ദിലീപിന്റെയും കാവ്യയുടെയും സുഹൃത്തുക്കളടക്കം തന്നെ വ്യക്തമാക്കിയത് ഇപ്രകാരമായിരുന്നു. ഇന്നലെ രാത്രി 9 മണിയും 9 മണിക്ക് ശേഷമാണ് തങ്ങൾക്ക് ഇത്തരമൊരു അറിയിപ്പ് കിട്ടുന്നത്, ഒരു ക്ഷണം കിട്ടുന്നത്. രാവിലെ തന്നെ എറണാകുളത്തെ ഈ വേദാന്ത ഹോട്ടലിലേക്ക് എത്തണം. 9-നും 10-നും ഇടയിൽ വിവാഹമാണ്. സുജ കാർത്തികയെ പോലുള്ള കാവ്യ മാധവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് കാവ്യ മാധവൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. പട്ടുസാരി ഉടുത്ത് വരണം. വിദേശത്തുള്ള സഹോദരനോട് പറഞ്ഞതും അപ്രകാരം തന്നെ മുണ്ടുടുത്ത് വരണം. ഇവരെല്ലാം ഞെട്ടലോടുകൂടെ രാവിലെ ഹോട്ടലിലേക്ക് എത്തി. അതുപോലെ മറ്റുള്ളവർ, ചിലർ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് വന്ന സിനിമാ പ്രമുഖരും അവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഏറ്റവും ലളിതമായ ചടങ്ങായിരുന്നു. ദിലീപ് തന്നെ വ്യക്തമാക്കിയിരുന്നു, ഈ ഗോസിപ്പുകൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഈ ഗോസിപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോയാൽ തങ്ങൾക്ക് ഇരുവർക്കും ഇനിയൊരു ഭാവി ജീവിതം ഉണ്ടാകില്ല. മാത്രമല്ല മറ്റൊന്നുകൂടി ദിലീപ് വ്യക്തമാക്കിയിരുന്നു, ദിലീപ് ഇനിയൊരു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ അതിന് മകൾ മീനാക്ഷിയുടെ സമ്മതം വേണം. മകൾ മീനാക്ഷിക്കാണ് താൻ പ്രഥമ പരിഗണന നൽകുന്നതടക്കം ദിലീപ് വ്യക്തമാക്കിയിരുന്നു. മകളുടെ കൂടെ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വിവാഹം നടന്നിരിക്കുന്നത്. വിവാഹത്തിന് ശേഷം ആ ഹോട്ടലിൽ തന്നെ ക്ഷണിക്കപ്പെട്ടവർക്ക് വേണ്ടി ചെറിയൊരു സദ്യ ഒരുക്കിയിരുന്നു. അതും കഴിച്ചതിന് ശേഷം താരദമ്പതികൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. അവർ ഇന്ന് ഉച്ചയോടുകൂടി ദുബായിക്ക് പോകും. പക്ഷേ ആരാധകർക്ക്, ഈ വാർത്തയറിഞ്ഞ ഹോട്ടലിന് മുന്നിലേക്ക് എത്തിയ ആരാധകർക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അവർ എന്നാലും സന്തുഷ്ടരാണ്. പൊതുവെ സിനിമാ ലോകവും, അവിടെ എത്തിയ സിനിമാ ലോകവും ഈ വിവാഹത്തിൽ സന്തുഷ്ടരാണ്. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്നും.